എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. എന്റെ മകനെ കൊന്നതാ. നിതിൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. എനിക്കത് നന്നായി അറിയാം. കണ്ണുനീരോടെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഒരച്ഛൻ ഇത് പറയുമ്പോൾ കണ്ടുനിന്നവരുടെ പോലും കണ്ണു നിറയുകയായിരുന്നു. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ന് നിതിന്റെ കുടുംബം കോളേജിലെത്തിയപ്പോൾ കണ്ടത് അങ്ങേയറ്റം വൈകാരികമായ രംഗങ്ങളായിരുന്നു. നിതിൻ പഠിച്ചിരുന്ന അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ ഇന്നു മകന്റെ ഓർമ്മകളിലേക്ക് പിതാവ് രാജനും സഹോദരിയും എത്തിയപ്പോൾ കോളേജ് ഒന്നടങ്കം വിതുമ്പി. എന്നാൽ കോളേജ് പ്രിൻസിപ്പാളിനെ കാണാൻ കുടുംബം തയ്യാറായില്ല. ഈ ദാരുണമായ സംഭവത്തിന് പ്രിൻസിപ്പാളും ഉത്തരവാദിയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം മാനേജ്മെന്റുമായി അവർ ചർച്ച നടത്തി. വെറുമൊരു ആത്മഹത്യ അല്ല ഇത്, മറിച്ച് ജാതീയമായ അധിക്ഷേപവും മാനസിക പീഡനവുമാണ് നിതിനെ മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആവർത്തിക്കുന്നു. പുഴുത്ത പട്ടി എന്നുപോലും വിളിച്ച അധ്യാപകർ മകനെ അധിക്ഷേപിച്ചിരുന്നതായി നിതിന്റെ അമ്മ ലത വെളിപ്പെടുത്തി. ദന്തൽ അനാറ്റമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, ഡോക്ടർ സംഗീത എന്നിവർക്കെതിരെയാണ് കുടുംബം പരാതി ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ ഇവരെ സസ്പെൻഡ് ചെയ്യുകയും ഡോക്ടർ റാമിനെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി രോഷവും കോളേജിൽ കത്തുകയാണ്. അധ്യാപകനെ പുറത്താക്കുന്നതുവരെ പഠനം ബഹിഷ്കരിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഇന്ന് ദലിത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. സമരക്കാരെ കോളേജ് സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചതോടെയാണ് സ്ഥിതി വഷളായത്. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ഇതിനിടെ നിതിന്റെ മരണത്തിൽ മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് വഴി നിതിൻ ഭീഷണി നേരിട്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ്, ഹരിയാന സ്വദേശികളായ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലോൺ ആപ്പ് മാഫിയയുടെ സമ്മർദ്ദവും മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒരു കരിയർ സ്വപ്നം കണ്ട് കോളേജിലെത്തിയ ഒരു ദളിത് വിദ്യാർത്ഥിക്ക് എന്താണ് സംഭവിച്ചത്? അധ്യാപകരുടെ പീഡനമാണോ അതോ ലോൺ ആപ്പുകളുടെ കെണിയാണോ നിതിനെ ഇല്ലാതാക്കിയത്? സത്യം പുറത്തു വരുന്നതുവരെ ഈ കുടുംബത്തിനൊപ്പം കേരളം മുഴുവനും ഉണ്ടാകും. വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് ലോൺ ആപ്പുമായിട്ട് ഇത് കൂട്ടിക്കടിക്കേണ്ട കാര്യമില്ല. ഇതൊരു വലിയൊരു വംശീയ അധിക്ഷേപവും പിന്നെ ഇദ്ദേഹത്തിന് കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്. നിതിൻ രാജിനെ കൊന്നതാണ്. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനകത്ത് അവിടെ പിന്നെ ഈ ഒരു നിസ്സാര തുകയുടെ കാര്യത്തില് ഒരു റൂമിനകത്ത് വിളിച്ചു നിർത്തി അത് പരിഹരിക്കേണ്ട വിഷയം. അങ്ങനെ ആ വിദ്യാർത്ഥി എടുത്തിട്ടുണ്ടെങ്കിൽ അധ്യാപകർക്ക് വീട്ടുകാരെ അറിയിക്കാം. അത് വീട്ടുകാരെ അറിഞ്ഞുകൊണ്ട് എടുത്ത ചെറിയൊരു ലോണാണ്. അതിന്റെ പേര് ഒരിക്കലും ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദന്തൽ കോളേജിൽ വന്നത് അവൻ ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയാണ്. ഒരു ഡോക്ടർ ആവാൻ വേണ്ടി വന്ന ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ളത് ഈ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടണം. ഒരിക്കലും നിസ്സാരം 12,000 രൂപയ്ക്ക് വേണ്ടി അവൻ ആത്മഹത്യ ചെയ്തില്ല. അവൻ അത്രത്തോളം മൃഗീയമായി ആ ക്ലാസ് റൂമിനകത്ത് പ്രിൻസിപ്പാൾ ഉൾപ്പെടെ അവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെ മാനസികമായി അവനെ കൊല്ലുന്ന തരത്തിലേക്ക് അവർ ആസൂത്രണം ചെയ്ത് അവനെ ഹരാസ് ചെയ്തു, അത്രത്തോളം അപമാനിച്ചു. അതിന്റെ പേരിലാണ് അവൻ ആത്മഹത്യ ചെയ്തത്. ഞങ്ങൾക്ക് സംശയമുണ്ട്. നമ്മൾ അവിടെ ചെന്നപ്പോൾ അത് എവിടെ നിന്നാണ് അവൻ ചാടിയെന്ന്, ആരാണ് തള്ളിയിട്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾക്കറിയണം ആ കൊലകൃത്യം ചെയ്ത് ആരാണെന്നുള്ളത്. ഞങ്ങൾക്ക് പൊതുസമൂഹത്തിന് അറിയണം, ആ കുടുംബത്തിന് ഞങ്ങൾക്ക് അറിയണം ഇതെന്താണ് ഇതിവിടെ സംഭവിച്ചതെന്നുള്ളത്. ഇതിന് ഉത്തരവാദികൾ, ആ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഈ പറയുന്ന ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് പ്രതികളായിരിക്കുന്ന അന്യസംസ്ഥാന മേഖലയിലുള്ളവരെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഇവിടെ തൊട്ട് സമീപത്തുള്ള റാം ഉൾപ്പെടെയുള്ള അധ്യാപകരെ അറസ്റ്റ് ചെയ്യുവാൻ എന്തുകൊണ്ടാണ് പോലീസ് പഠിക്കുന്നത്? അത് നമ്മൾ പൊതുസമൂഹം മനസ്സിലാക്കണം. ഇതിന്റെ നമ്മുടെ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാവരും തന്നെ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ, അതുമാത്രമല്ല ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ 22-ാം തീയതി കേസ് ഇവിടെ വെച്ചിരിക്കുകയാണ്, കോടതിയിൽ ഇരിക്കുകയാണ്. ആ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഇവിടുത്തെ റാം ഉൾപ്പെടെയുള്ളവർ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അവർ ഒരു കാരണവശാലും ശരി തന്നെയാണ്, അവർക്ക് ജാമ്യം കിട്ടാൻ പാടില്ല. ആ ജാമ്യം എടുക്കുന്നതിന് മുമ്പേ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ പൊതുസമൂഹത്തോട് നീതി കാണിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രിൻസിപ്പാൾ കുറ്റാരോപിതമായി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾ കുടുംബം ആരോപിക്കുന്ന പ്രതിപട്ടികയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിനോട് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല.
മറ്റാരെങ്കിലും മാനേജ്മെന്റിന്റെ ആളുകൾ മാനേജ്മെന്റിന്റെ മറ്റാൾക്കാരെ കാണുന്നുണ്ട്. കാരണം പ്രതിപ്പട്ടികൾ ഇല്ലാത്ത മാനേജ്മെന്റിന്റെ ആൾക്കാരെ കാണുന്നുണ്ട്. നിതിൻ രാജ് താമസിച്ച റൂം ഇതുവരെ ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. പ്രതി ചേർക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണല്ലോ അവിടെ അതിനകത്തൊരു ഒരു ഹരാസിംഗ് അവിടെ പീഡനം നടന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ, നിതിൻ രാജ് മരിക്കുന്നതിന് മുമ്പേ അവസാനം ഉണ്ടാവുന്ന വിഷയമെന്ന് പറയുന്നത് ഈ കോളേജ് ക്യാമ്പസിനകത്ത് ആ റൂമിനകത്ത് അധ്യാപകർ ഒരുമിച്ച് അദ്ദേഹത്തെ മാനസികമായി അദ്ദേഹത്തിനെ പീഡിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? പോസ്റ്റ്മോർട്ടത്തിൽ അത് അതീവ ഗുരുതരമായിട്ടുള്ള മുറിവ് ഉണ്ടായതിലാണ് മരണകാരണം എന്നാണ് പറയുന്നത്. ആ മുറിവ് എങ്ങനെ ഉണ്ടായി, ഈ ഇത്രയും മുകളിൽ നിന്ന് എവിടെ നിന്ന് ചാടിയെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. അത് ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുത്തെ നീതിപാലകരാണ്. ഈ ബോഡിയിൽ എവിടെയെങ്കിലും ഈ മുറിവോ അങ്ങനത്തെ ഇത് ഉണ്ടായിരുന്നു? ബ്ലഡ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് വ്യക്തമായി ഞങ്ങൾ ഇതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ന് പോലീസ് ഞങ്ങൾക്ക് തരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, നിങ്ങൾ കണ്ടിരുന്നോ ഈ ബോഡി? Thank you.